Microscope. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്. ഈ ചാപ്റ്റർ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഞങ്ങൾക്ക് ബയോളജി എടുത്തിരുന്നത് ഒരു അന്നമ്മ ടീച്ചറാണ്, 8th സ്റ്റാൻഡേർഡ്. അങ്ങനെ ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇന്ന് ബയോളജി പഠിക്കുന്നത് ലാബിൽ വെച്ചാണ്, സയൻസ് ലാബിൽ വെച്ചാണെന്ന്. വളരെയധികം അന്നത്തെ ദിവസം സന്തോഷം തോന്നി. കാരണം അന്നേ വരെ നമ്മൾ ബയോളജി ലാബിൽ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ വേഗം ലാബിൽ പോയിട്ടിരുന്നു. അങ്ങനെ ടീച്ചർ ഒരു മൈക്രോസ്കോപ്പ് എടുത്ത് ടാബിളിൽ വെച്ചു. മൈക്രോസ്കോപ്പ് ടാബിളിൽ വെച്ചിട്ട് ടീച്ചർ പറഞ്ഞു, നമ്മൾ ഇന്ന് ഒരു കോശത്തെ നിരീക്ഷിക്കാനാണ് പോകുന്നത്. അതായത് സെല്ല് നിരീക്ഷിക്കാൻ പോവാണ്. വായയിലെ വേരിലെ സെല്ലാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. നിങ്ങളൊക്കെ തയ്യാറല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ എല്ലാവരും റെഡിയാണ്. ഓക്കെ. അങ്ങനെ ടീച്ചർ അതിന് വേണ്ട സാമഗ്രികളെല്ലാം ടാബിളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഒരു സ്ലൈഡ് തയ്യാറാക്കി ഈ കോശത്തെ ആദ്യം നിരീക്ഷിക്കുന്നതെന്ന്. അത് കേട്ടവിടെ ഞങ്ങളെ ക്ലാസ്സിലെ ഒരു കുട്ടിയുണ്ട്. അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തോളാം. അങ്ങനെ ടീച്ചർ പറഞ്ഞു, ഓക്കെ നീ ചെയ്. അതിന് അവൾ ചെയ്തു നോക്കി. ആദ്യം ഇതെടുത്തു, അതിന്റെ സെക്ഷൻ എടുത്തു, എന്നിട്ട് അത് വെച്ച് ഒക്കെ നോക്കി. പക്ഷെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ആൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഈ മൈക്രോസ്കോപ്പ് കേടാണോ? അവൾക്കൊരു സംശയം. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇത് മൈക്രോസ്കോപ്പ് കേടായിട്ടല്ല, കാരണം നിങ്ങൾക്ക് ഈ മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനോ അറിയില്ല, അതേപോലെ തന്നെ അതിൽ എങ്ങനെയാണ് ഒരു സ്ലൈഡ് തയ്യാറാക്കേണ്ടതെന്നും നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതെന്ന്. അപ്പൊ നമ്മുടെ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അതിൽ സ്ലൈഡ് തയ്യാറാക്കാനും അതേപോലെ തന്നെ അതിന്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ അതിന്റെ ഫംഗ്ഷനും അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പ്. ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. These are the major parts of compound microscope: eyepiece, objective lens, stage and clip, condenser, mirror and knob. മൈക്രോസ്കോപ്പിന്റെ പാർട്സ് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ? The function of the microscope is to magnify the substance. ഒരു വസ്തുക്കളെ വലുതായി കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. For this purpose, the lenses are fixed in the microscope. ഈ പർപ്പസിന് വേണ്ടിയിട്ട് ലെൻസസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് മൈക്രോസ്കോപ്പിൽ. എവിടെയെല്ലാമാണ് മൈക്രോസ്കോപ്പിൽ ലെൻസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്? ഒന്ന് ഐ പീസിൽ, പിന്നെ മറ്റൊന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ ഏതാണ് കണ്ടൻസർ ലെൻസ്. Microscope in which more than one lens are fixed is called compound microscope. അതായത് ഒന്നിലധികം ലെൻസുകൾ ഘടിപ്പിച്ചിട്ടുള്ള മൈക്രോസ്കോപ്പിനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒരു മൈക്രോസ്കോപ്പിൽ ലൈറ്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്ന് നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. The part is fixed below the stage to reflect light to the material observed. അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള മെറ്റീരിയലിലേക്ക് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടി ഒരു പാർട്ട് മൈക്രോസ്കോപ്പിൽ സ്റ്റേജിന് താഴെയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. These parts have two plates. ആ പാർട്ടിന് രണ്ട് തലങ്ങളാണുള്ളത്. One is plane mirror and other one is concave mirror. ഒന്ന് പ്ലെയിൻ മിറർ ആണ്, മറ്റൊന്ന് കോൺകേവ് മിറർ ആണ്. The plane mirror reflects sunlight and concave mirror reflect artificial light. അതായത് പ്ലെയിൻ മിറർ സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നു, കോൺകേവ് മിറർ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നു. Preparation of observation material. അതായത് നിരീക്ഷണ വസ്തു തയ്യാറാക്കൽ. Put the material to be observed in the petri dish containing water to prevent dehydration. അതായത് നമുക്ക് ഒബ്സർവ്
ചെയ്യേണ്ട മെറ്റീരിയൽ ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ ഒരു ബെറ്ററി ഡിഷിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഇട്ട് വെക്കുക. ടേക്ക് thin cross section of the material to be observed. നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിന്റെ തിൻ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ എടുക്കുക. With a brush, shift the sections to a watch glass containing water. ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ സെക്ഷൻ മാറ്റുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, put the thinnest and complete section to watch glass containing stain. ഒരു വാച്ച് ഗ്ലാസ്സിൽ സ്റ്റെയിൻ എടുത്തിട്ട് ഏറ്റവും തിന്നസ്റ്റ് ആയതും കംപ്ലീറ്റ് ആയതുമായ സെക്ഷൻ അതിലേക്ക് മാറ്റുക. Add 1 or 2 drops of glycerin to the slide to prevent drying up of the material. മെറ്റീരിയൽ ഡ്രൈ ആവാതിരിക്കാൻ ഒരു സ്ലൈഡിൽ 1-2 തുള്ളി ഗ്ലിസറിൻ എടുക്കുക. Wash the stained section in clean water and place it in the glycerin on the slide. അതായത് നമ്മൾ സ്റ്റെയിനിൽ ഇട്ട് വെച്ചിരിക്കുന്ന സെക്ഷൻ ഒരു ക്ലീൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുത്തിട്ട് ഗ്ലിസറിൻ 2 തുള്ളി ഗ്ലിസറിൻ ഇട്ടിച്ച സ്ലൈഡിലേക്ക് ഇതിനെ മാറ്റണം. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ. മെറ്റീരിയലിന് മുകളിൽ കവർ ഗ്ലാസ് വെക്കുക. ഒരു സ്ലൈഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി സെൽ ബയോളജിന്റെ ഡെവലപ്മെന്റിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില സയന്റിസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. Robert Hooke. Robert Hooke was the first scientist who observed cells with the help of a simple microscope. He observed the section of cork through a microscope and called the tiny chambers seen in the section cell. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിളിച്ചു. Robert Brown. He is a British botanist, discovered the center of the cell and named it the nucleus in 1831. 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. M.j.sleaden. Matthias Jacob Sleaden. He found out that the body of a plant is made up of cell. In 1838. മത്തിയാസ് ജേക്കബ് സ്ലീഡൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1838 കണ്ടെത്തി. Theodor Schwann. He was a German physician. Found out that the body of an animal is made up of cells. In 1839. Theodor Schwann. ഇദ്ദേഹം ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആയിരുന്നു. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് 1839 കണ്ടെത്തി. Rudolf Virchow. He was a German physician, observed dividing cells and inferred that new cells arise only from existing cells in 1858. റുഡോൾഫ് വിർഷോ ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആയിരുന്നു. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്നു മാത്രമാണ് പുതിയവ ഉണ്ടാക്കുക എന്ന നിഗമനം രൂപീകരിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ എന്റെ ക്ലാസ്. ഇന്ന് നമ്മൾ മൈക്രോസ്കോപ്പ് എന്താണെന്നും അതിന്റെ പാർട്സും ഫങ്ഷൻസും ഒരു സ്ലൈഡ് തയ്യാറാക്കുന്ന രീതിയും പിന്നെ സെൽ ബയോളജിയിൽ ബന്ധപ്പെട്ട കുറച്ച് സയന്റിസ്റ്റിനെയും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.